വടകരയിൽ ഉപ്പുവെള്ളം നൽകുന്നതിൽ പ്രതിഷേധിച്ച് വടകര യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു. വാട്ടർ അതോറിറ്റി വടകര ടൗണിൽ ഉൾപ്പെടെ വടകര മുനിസിപ്പാലിറ്റിയുടെ തൊട്ടടുത്തുള്ള പഞ്ചായത്തിൽ ഉൾപ്പെടെ വിതരണം ചെയ്ത കുടിവെള്ളമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സാർ ഒന്ന് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണം, എന്താണ് ഇതിൻ്റെ അവസ്ഥ. ഇത് വടകരയിലെ അതേപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലെ പഞ്ചായത്ത് മണിയൂർ, ചോറോട്, ഏറാമല, ഉഞ്ചം ഉൾപ്പെടെ അടിയൂർ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലെ ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വെള്ളമാണ്. സ്വാഭാവികമായിട്ടും ഏറ്റവും പ്രാഥമികമായ ആവശ്യമുള്ള രീതിയിൽ കുടിവെള്ളം പോലും ഇത്തരത്തിൽ വിതരണം ചെയ്യുന്ന ഈ ഒരു നടപടിക്ക് ഇതുവരെ ഒരു അറിവ് വരുത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല. എന്താണ് ഇതിനൊരു പരിഹാരം എന്നുള്ളതാണ്. കാരണം ഈ അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട്. പ്രതിഷേധവുമായിട്ട് പല സംഘടനകൾ വന്നിട്ടുണ്ടെങ്കിലും ഒരു എന്താ പറയുക, അതിനൊരു പരിഹാരം കാണും എന്നുള്ള രീതിയിലാണ് ഈ കോൺഗ്രസ് വെയിറ്റ് ചെയ്തത്. പക്ഷേ ഇന്ന് രാവിലെ കിട്ടിയ വെള്ളമാണ് കൊണ്ടുവരാൻ ഞങ്ങൾ വന്നത്. ഇത് നിങ്ങൾ ഇവിടുന്ന് ഒന്ന് കുടിച്ചു നോക്കാം, എന്താണ് ഇതിൻ്റെ ഒരു അവസ്ഥ. വിഷ്ണുമംഗലത്തു നിന്നുള്ള പമ്പിങ് നമ്മളിപ്പോൾ പുറകിലുള്ള ടാങ്കിലേക്ക് ഇപ്പം വിഷ്ണുമംഗലത്തു നിന്ന് മാത്രം പമ്പിങ് ആക്കുക. ശരിക്കും അത് പറഞ്ഞ പോലെ വെള്ളത്തു നിന്ന് വരേണ്ടതാണ്. അത് വിഷ്ണുമംഗലത്തു നിന്നുള്ള പമ്പിങ് മാത്രം ആക്കിയിട്ട് പുറമേരിയിൽ നിന്ന് വെള്ളം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പോൾ അവിടെ തന്നെ അറേഞ്ച് ചെയ്യേണ്ടി വരും. കാരണം അവിടെ പഞ്ചായത്ത് കൊടുക്കുന്ന വെള്ളം ഇങ്ങോട്ടേക്ക് മാറ്റണം. അപ്പോൾ അവിടേക്കുള്ള സപ്ലൈ ഒന്ന് കുറച്ചിട്ട് ഇവിടേക്ക് കൊണ്ടുവന്ന് ഇവിടുന്ന് ഇഷ്യൂ ഉള്ള സ്ഥലങ്ങളിലേക്ക് ടാങ്കർ സപ്ലൈ എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള പുറമേരിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാന്നുള്ള രീതിയിലാണ് നടപടികൾ. അതിലൊരു വെൻഡിങ് പോയിന്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വർക്ക് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ പുറത്ത് അവിടെ പോയി കാണാം. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ഇപ്പോൾ വർക്ക് നടക്കുകയാണ്. നാളെയോ മറ്റന്നാളോ കൂടിയായിട്ട് നമുക്കത് വർക്ക് പൂർത്തിയാക്കാൻ പറ്റും. ചെയർമാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്ക് ആ രീതിയിൽ നമ്മളെ ടാങ്കറുകൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അറേഞ്ച് ചെയ്യും. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. പ്രതിഷേധം 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 യൂത്ത് കോൺഗ്രസിൽ പ്രതിഷേധം, യൂത്ത് കോൺഗ്രസിൽ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, 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 യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. പ്രതിഷേധം 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 വടകരയെയും അതേപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലുള്ള പഞ്ചായത്തുകളും ചോറോട്, അഴിയൂർ, ഒഞ്ചിയം, ഏറാമല, മണിയൂർ, വടകര മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വെള്ളം സപ്ലൈ ചെയ്യുന്ന വാട്ടർ അതോറിറ്റി 2 ആഴ്ച കാലത്തിലേറെയായി ഉപ്പ് വെള്ളമാണ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല സംഘടനകളും പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് വാട്ടർ അതോറിറ്റിക്ക് സാധിച്ചിട്ടില്ല. യൂത്ത് കോൺഗ്രസ് 2 ആഴ്ച വെയിറ്റ് ചെയ്തു. പരിഹാരം കാണുമെന്നുള്ള ഉറപ്പിൻ്റെ മേലാണ് അന്ന് ഞങ്ങൾ കാത്തിരുന്നത്. പക്ഷേ ഇന്ന് വരെ പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ദിവസം പുറങ്കരയിലുള്ള ഒരു അമ്മ എന്നെ പേഴ്സണലായി വിളിച്ചുകൊണ്ട് പറഞ്ഞത് ഈ ചെറിയ കുട്ടികൾ, പിഞ്ചു കുട്ടികളൊക്കെ തന്നെ കുളിപ്പിക്കാനും അതേപോലെ തന്നെ വീട്ടിൻ്റെ മറ്റാവശ്യങ്ങൾക്കൊക്കെ തന്നെ ഉപയോഗിക്കുന്ന ഈ വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ്. കുട്ടികൾക്ക് സ്കിന്നിൻ്റെ മുകളിൽ അലർജി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് അവർ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നത് ഏകദേശം ഒരു 8-9 വർഷമായി. ഒരു ഫെബ്രുവരി മുതൽ മെയ് മാസം വരെ ഒരു 3-4 മാസക്കാലത്തോളം 9 വർഷത്തിന് മേലെയായി വടകരയിലെയും സമീപ പ്രദേശങ്ങളിലെയും ഈ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ഉപയോഗിക്കുന്ന ആളുകളുടെ അവസ്ഥ ഇതാണ്. നാഴികയ്ക്ക് 40 വട്ടവും കേരള സർക്കാർ വികസനത്തിൻ്റെ പാതയിലാണ് എന്ന് പറയുന്ന LDF ഗവൺമെൻറ് ഈ 9 വർഷക്കാലമായിട്ടും ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പെരിഞ്ചേരിക്കടവിൽ സ്ഥാപിക്കാൻ പോകുന്ന ഒരു തടയണയെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നമാണ് എന്നാണ് ഇവർ പറയുന്നത്. സാങ്കേതികമായിട്ട് ആ പ്രശ്നത്തിൻ്റെ പേരിൽ വടകരയിലെ ജനങ്ങളെ ഈ ഉപ്പുവെള്ളം നൽകിക്കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇന്നിവിടെ ഈ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ഒഴുക്കിക്കൊണ്ട് ഇവിടെ പ്രതിഷേധിക്കുന്നത്. ഞങ്ങളിവിടെ ഇപ്പോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായിട്ട് സംസാരിച്ചു. കാരണം ഞങ്ങളുടെ ആവശ്യം വടകരയിലെ ജനങ്ങൾ, കാരണം തടയണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം അത്ര പെട്ടെന്ന് നിർമ്മിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒന്നല്ല. 1-2 മാസം കൊണ്ട് ആ ഒരു നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കില്ല എന്ന് യൂത്ത് കോൺഗ്രസിനറിയാം. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് വളരെ അടിയന്തരമായി തന്നെ താൽക്കാലികമായ ഒരു സംവിധാനം, ഉപ്പ് കലർന്നിട്ടില്ലാത്ത വെള്ളം ജനങ്ങൾക്ക് വിതരണം ചെയ്യുക എന്നുള്ളതാണ്.
കാരണം 9 വർഷമായിട്ടും തടയണ കെട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല. ഇനി സഹിക്കാൻ വടകരയിലെയും സമീപ പ്രദേശങ്ങളിലെ പഞ്ചായത്തിലെ ആളുകൾക്കും സാധിക്കില്ല എന്നുള്ളത് യൂത്ത് കോൺഗ്രസ് ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു താൽക്കാലിക അറേഞ്ച്മെന്റ് എന്നുള്ള രീതിയിൽ വിഷ്ണുമംഗലം ബണ്ടിൽ നിന്നും പുറമേരിയിലേക്ക് വെള്ളം എത്തിച്ചുകൊണ്ട് വടകരയിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം, ഉപ്പിൻ്റെ അംശമില്ലാത്ത വെള്ളം നാളെ മുതൽ വിതരണം ചെയ്യും എന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഈ ചർച്ച പാലിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ യൂത്ത് കോൺഗ്രസ് ഇതിലും വലിയ സമരവുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് ഇവിടെ അറിയിക്കുകയാണ്. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.